ക്രിസ്തുവാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, മാതാപിതാക്കളുടെ മനസ്സിന് കുളിര് നൽകുന്ന രീതിയിലുള്ള ജീവിത ശൈലി ഉണ്ടെങ്കിൽ അതാണ് ദൈവത്തിന് ഏറ്റവും പ്രീതികരം. ദൈവത്തിൻ്റെ കൽപ്പനകളിൽ സുപ്രധാനമായിട്ടുള്ള കൽപ്പനകളിൽ ഒന്നാണ് മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്നത്. നാം എന്തുമാത്രം മൂല്യം ആ കൽപ്പനയ്ക്ക് നൽകുന്നുണ്ട്. ഉദാഹരണമായി പറഞ്ഞാൽ, നാം നമ്മുടെ ദേവാലയങ്ങളിൽ ഏറ്റവും സജീവമായിട്ട് പ്രവർത്തിക്കുന്നു, അവിടെയുള്ള വൈദികരെ സഹായിക്കുന്നു, അവിടെയുള്ള എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്യുന്നു, നാം ദേവാലയം മുടങ്ങാതെ സന്ദർശിക്കാറുണ്ട്. ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും നാം ചെയ്യുന്നുണ്ട്. പക്ഷേ മാതാപിതാക്കൾക്ക് സമാധാനവും സന്തോഷവും നൽകുന്ന ഒരു ജീവിതശൈലിയാണ്. ഇതെല്ലാം ചെയ്തിട്ടും നാം മദ്യത്തിനും മയക്കുമരുന്നിനും അല്ലെങ്കിൽ മറ്റുള്ള ദുശ്ശീലങ്ങൾക്കും അടിമകളാണെങ്കിൽ ആ മാതാപിതാക്കൾക്ക് എന്ത് സ്വസ്ഥതയാണ്, എന്ത് സമാധാനമാണ് ഉള്ളത്? ഇന്നത്തെ സുവിശേഷത്തിൽ യേശുനാഥൻ നിശിതമായിട്ട് അവരെ വിമർശിക്കുന്നുണ്ട്, യഹൂദരെ വിമർശിക്കുന്നുണ്ട്. അവർക്കൊരു സമ്പ്രദായമുണ്ടായിരുന്നു, ഖുർബാൻ എന്ന ഒരു സമ്പ്രദായം. ഖുർബാൻ എന്ന് പറയുമ്പോൾ തങ്ങളുടെ സ്വത്ത് അല്ലെങ്കിൽ സ്വത്തിൻ്റെ ഒരു ഭാഗം അത് ദൈവത്തിനുള്ളത് ആണ് എന്ന് നാം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് മതി, പിന്നെ നാം മാതാപിതാക്കൾക്ക് വേണ്ടി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു സമ്പ്രദായം. ഉദാഹരണമായിട്ട്, മാതാപിതാക്കൾ സമീപിക്കുകയാണ്, തങ്ങളെ സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളെ മക്കളെ സമീപിക്കുമ്പോൾ, നിങ്ങൾക്കായി കരുതിയിരുന്ന ധനം ഞാൻ ദൈവത്തിനായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിവ് കഴിവ് പറയുന്ന ഒരു സമ്പ്രദായം അവിടെ നിലനിന്നിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇതാണ് ദൈവം യേശുനാഥൻ വളരെ നിശിതമായിട്ട് വിമർശിക്കുന്നത്. ഇവിടെ ദൈവത്തിൻ്റെ കൽപ്പനയുടെ ഉദ്ദേശമെന്ന് പറയുന്നത് ദൈവസ്നേഹവും അയൽക്കാരനോടുള്ള സ്നേഹവുമാണ്. എന്നാൽ യഹൂദരുടെ പാരമ്പര്യങ്ങൾ അവരെ ഒരു തടവറയിലാക്കുന്ന രീതിയിൽ കെട്ടിപ്പൂട്ടിയിരുന്നു. ഈ സമ്പ്രദായങ്ങളെയാണ് കർത്താവ് നിശ്ചിതമായിട്ട് വിമർശിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നാം എല്ലാം ചെയ്തിട്ടും ആ മാതാപിതാക്കൾക്ക് സ്വസ്ഥതയും സമാധാനവും നൽകുന്നതല്ല എങ്കിൽ ദൈവത്തിനെ പ്രസാദിപ്പിക്കുക ഒരിക്കലും സാധിക്കുകയില്ല. അതിനാൽ നാം അവർ മരിച്ചു കഴിയുമ്പോഴോ അല്ലെങ്കിൽ അവർ ഈ ഭൂമിയിൽ ജീവിക്കാത്ത കാലഘട്ടത്തിലോ അല്ല നാം അവർക്ക് വേണ്ടി കുർബാനയും മറ്റുള്ള വഴിപാടുകളുമൊക്കെ ചെയ്യേണ്ടത്. അവർ ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് സ്വസ്ഥതയും സമാധാനവും അവരുടെ മനസ്സിന് കുളിര് നൽകുന്ന അനുഭവം, കുളിര് നൽകുന്ന രീതിയിൽ ജീവിക്കുന്ന ഒരു ശൈലി നമുക്കുണ്ടെങ്കിൽ അതാണ് ദൈവത്തിന് ഏറ്റവും പ്രീതികരം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.